അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാണല്ലോ, ഇത് നമ്മുടെ ഓമയ്ക്ക, അതായത് പപ്പായ പച്ച ഓമയ്ക്ക. പല നാട്ടിലും പല പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു സാധനം. പപ്പരയ്ക്ക എന്ന് പറയും, ഓമയ്ക്ക, കപ്പളങ്ങ, അങ്ങനെ പല പേരിൽ പറയും. അങ്ങനെ എവിടെ വേണം എന്ത് വേണം പറയട്ടെ, പപ്പായ. അപ്പോൾ ഇത് വെച്ച് നമ്മളൊരു തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് സംഭവം നമ്മൾ നന്നായിട്ട് കൊത്തി അരിഞ്ഞാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ മറ്റേ ഗ്രേറ്ററെ വെച്ച് എടുക്കാം. ഇതിപ്പോൾ നമ്മൾ കൊത്തി അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ കൊത്തി അരിഞ്ഞെടുക്കുമ്പോൾ ഒരു ശകലം സമയം എടുക്കും. പക്ഷെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴല്ലോ ഇതിന്റെ അകത്തുള്ള വെള്ളമായ മുഴുക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് തന്നെ ഒന്ന് കടുകൊക്കെ വറുത്തിട്ട് അപ്പോൾ നമ്മളിത് ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച്, ഇപ്പോൾ എണ്ണ നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ചുകൊണ്ട് അത്യാവശ്യം ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുകൊക്കെ പൊട്ടിക്കാം. ഈ നമ്മുടെ പപ്പരയ്ക്ക അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മള് നാട്ടില് നമ്മുടെയൊക്കെ പണ്ട് കാലത്തെ എല്ലാ വീടുകളിലും ഉപയോഗിച്ചോണ്ടിരുന്ന മിക്ക ദിവസങ്ങളിലും നമുക്ക് എല്ലാ വീടുകളിലും ഉണ്ടല്ലോ ഈ സാധനം. നമുക്ക് കടയിൽ നിന്ന് മേടിച്ചെന്ന് പറഞ്ഞ പച്ചക്കറികൾ അധികം ഉപയോഗിക്കാറില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. പല കറികളും വെക്കാം ഇത് വെച്ചിട്ട്. ഒഴിച്ചുകറി ഉണ്ടാക്കാം, തോരൻ വെക്കാം, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിന്റെ അടിപൊളി. അപ്പോഴേ നമ്മൾ ഇതിന്റെ അകത്ത് ചേർക്കാനായിട്ട് എടുത്തിരിക്കുന്നത് വെച്ചാല് ഒരു 1/2 കപ്പ് തേങ്ങയുണ്ട്, 2 വെളുത്തുള്ളി കഷ്ണമുണ്ട്. ചില സ്ഥലങ്ങളിൽ വെളുത്തുള്ളി നല്ല ജീരകവും കൂടെ ചേർക്കും, ചിലയിടത്ത് ജീരകം മാത്രം ചേർക്കും, ചിലയിടത്ത് വെളുത്തുള്ളി മാത്രം ചേർക്കും. ഇപ്പം നമ്മൾ വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കാശ്മീരി മുളക് പൊടി, സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു ചെറിയ ഉള്ളി ഒരെണ്ണം. നമ്മൾ വേറെ ഉള്ളി ഒന്നും ചേർക്കുന്നില്ല. ഇത് നമുക്ക് കടുക് വറുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ നമുക്ക് കടുക് പൊട്ടിയതുകൊണ്ട് നമ്മുടെ ആ ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ നമുക്ക് നമ്മുടെ പച്ചമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോഴേ ഇനി നമ്മളിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇതിന്റെ ഈ കൂട്ടില്ലേ, ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്കായ്ക്ക് അകത്തോട്ട് ഇട്ട് അങ്ങ് ഇളക്കിയിട്ട് ഇതിന്റെ അകത്തോട്ട് അങ്ങ് ചേർക്കാം. ഇല്ല അപ്പൊ എല്ലായിടത്തും അങ്ങ് അരപ്പും പിടിക്കും, നമ്മുടെ പണി എളുപ്പമായിരിക്കും. നമുക്കിതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതിലേക്ക് അങ്ങ് ചേർത്ത് വെക്കാം. ഇപ്പം തേങ്ങ വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിലും ചേർക്കാവേ, നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട്. കുറച്ചുകൂടെ കൂടിയാലും മീഡിയം വലിപ്പമുള്ള ഒരു പപ്പായ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ നമ്മളൊക്കെ പണ്ട് ഈ സ്കൂളിൽ പോകുമ്പോൾ ഇല്ലേ, ചോറിൻ്റെ കൂടെ ഈ ഒരു പപ്പരയ്ക്ക തോരനും ഒരു ചമ്മന്തി, തേങ്ങാ ചമ്മന്തിയും നമുക്ക് അതിൻ്റെ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തേക്കാം. നമ്മുടെ ഇതൊക്കെ നമുക്കുണ്ടല്ലോ എളുപ്പം രാവിലെ ചെയ്യാൻ പറ്റുന്ന പരിപാടികൾ. തലേ ദിവസം തന്നെ അങ്ങ് കൊത്തി അരിഞ്ഞങ്ങ് വെച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാണല്ലോ നമുക്ക് ആവശ്യത്തിനുള്ള. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മള് തലേ ദിവസം തന്നെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാലേ രാവിലെ വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ടിഫിൻ്റെ അകത്ത് കൊടുത്തു വിടാൻ പറ്റും. അപ്പൊ ഇതിന് വേകാനായിട്ട് നമ്മളൊരു കുറച്ച് വെള്ളം ഒഴിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഓമയ്ക്കയുടെ അനുസരിച്ചിരിക്കും. ചില ഓമയ്ക്കായ്ക്ക് നല്ല വെള്ളം കാണും, ചിലന് വെള്ളം തീരെ കുറവായിരിക്കും. ഉണക്കുകാലമായതുകൊണ്ടാണ് ഇച്ചിരി വെള്ളം ഒഴിച്ചത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ചെറു തീയിൽ അടച്ചു വെച്ചാൽ മാത്രം മതി, സംഭവം സെറ്റ് ആയിക്കോളും. മഴ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ഓമയ്ക്കായിരിക്കും. അപ്പൊ നമുക്ക് പിന്നെ വെള്ളം ഒഴിച്ച് വേവിക്കണ്ട. നമുക്ക് മഴ തുടങ്ങിയിട്ടില്ല, മഴ തുടങ്ങാനുള്ള സമയമൊക്കെ ആകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് വേവിക്കാം. അപ്പൊ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം, അടിക്കൊന്നും പിടിക്കരുത്. അപ്പൊ നമുക്ക് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് എടുക്കാം. ഇതാ നല്ല സ്റ്റൗ ഓഫ് ചെയ്തായിരുന്നു, അല്ലെങ്കിൽ പിന്നെ അടിക്കാൻ പിടിച്ചു കഴിഞ്ഞാലേ ശരിയാത്തില്ല. നമ്മുടെ ആ കടുകും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ നല്ല ഡ്രൈ ഉപ്പൊന്ന് നോക്കിയേക്കാവേ. നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഉപ്പുണ്ട്, ചെറിയ എരിയുണ്ട്. ഇത് നമ്മുടെ ചോറിൻ്റെ അകത്തൊക്കെ ഇട്ട് ഇളക്കി നമ്മുടെ കുത്തരി ചോറില്ലേ, നല്ല കോമ്പിനേഷൻ ആയിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മള് നേരത്തെ പറഞ്ഞാൽ പണ്ട് നമ്മുടെ വീട്ടിലെ ഒരു മെയിൻ സാധനമാണ്. ഇപ്പം ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന് പകരം ക്യാബേജ് ആണ് മിക്ക വീടുകളിലും തോന്നായിട്ട്. ക്യാബേജിന്റെ ഒക്കെ ഇരട്ടി ഗുണമാണ്. ക്യാബേജിന്റെ ഗുണമില്ലെന്നല്ല, അതിനേക്കാളൊക്കെ ഇരട്ടി ഗുണങ്ങളുള്ള സാധനമാണ് നമ്മുടെ
വലിയ വിലയില്ല, അധികം ചിലവും ഇല്ല. ഒരു സ്വല്പ തേങ്ങായും എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനമല്ലേ. അപ്പം ഒന്ന് മേടിച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നമ്മുടെ പഴയകാല ജീവിതത്തിലോട്ട് തിരിച്ചു പോകാം. അതല്ലേ നല്ലത്. അതെ, ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടും. എന്താ ഇത് ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത്? മലയാളികൾക്ക് ആരെങ്കിലും ഉണ്ട് ഇത് ഇഷ്ടപ്പെടാതെ? അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ മറ്റേ നമ്മൾ കടുകൊക്കെ വറുത്ത് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് അല്പം മുളക് പൊടി ഉപ്പും 2 വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കിയിട്ട് കഴിച്ചോ, ഒരു പ്രശ്നമില്ല. അപ്പം നമ്മുടെ ഓമയ്ക്കത്തോരൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കണൊക്കെ ഓൺ ചെയ്തിട്ട് പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷേ ലൈക്കൊക്കെ അങ്ങോട്ട് നമുക്കൊരു എന്താ പറയുന്നൊരു അതല്ലേ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വേറൊരു പുതിയ വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.